യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പോകല്ലെന്ന് യാചിച്ചിട്ട് മാത്രമേ ഉള്ളൂ. നിർത്തണേ, മതി. ഞാൻ വരുന്നവരെ കാത്തു നിൽക്കാൻ പോലും ക്ഷമയില്ലാതെ എന്റെ മോള് കുഞ്ഞിനെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം സഹി കെട്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാവടി. അയ്യോ ഈശ്വര, എന്റെ മോള് പൊടിക്കുഞ്ഞിനെ എടുത്ത് എങ്ങോട്ടേക്കാവും പോയിരിക്കുന്നത്. ഓ, മനസ്സ് നൊന്ത് അവള് ബുദ്ധിമോശം ഒന്നും കാണിക്കല്ലേ ദൈവമേ. അമ്മയാണോ? എന്താ അമ്മേ? എടാ ഇന്ദ്ര, എന്തൊക്കെയാടാ ഈ വീട്ടിൽ നടക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിലുള്ളവരെ എന്ത് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുവാണോടാ? അമ്മ എന്തായി പറയുന്നേ? എന്താ സംഭവം? നിന്റെ അനുജത്തിയെ ഇവിടുന്ന് വഴക്കു പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഓടിച്ചടാ മോനെ. സഹികെട്ടും അവൾ എങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കുവാ. സോന ഇറങ്ങിപ്പോയെന്നോ? അവൾ എവിടെയും പോവില്ല. അമ്മ ആ വീടിനകത്ത് ശരിക്കും നോക്ക്, അവൾ അവിടെ കാണും. ഞാൻ എന്തിനാടാ നോക്കുന്നേ? ഇറക്കി വിട്ടവള് പറഞ്ഞു അവള് പോയെന്ന്. എന്റെ മോളില്ലാത്ത വീട്ടിൽ ഞാൻ എന്തിനാടാ നിക്കുന്നേ? ഞാനും എങ്ങോട്ടെങ്കിലും പോവാ. നീ നിന്റെ ഭാര്യയും കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്ക്. അത് അമ്മേ, ഞാൻ സത്യനും കൂടെ ഒരു സ്ഥലം വരെ പോയിട്ട് വന്നോണ്ടിരിക്കുക. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാം. അമ്മ ടെൻഷൻ ആവാതെ. സുശീലേ, നീ വിഷമിക്കാതിരിക്ക. സോന എവിടെ പോവാനാ? അവൾ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണും. എന്നാലും എന്റെ മോളെ, എന്തുണ്ടായാലും അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാതെ നീ നോക്കണമായിരുന്നു. ഓ, അവളുടെ ഒരു മോതല കണ്ണീര് കണ്ടില്ലേ? ഗുണം പിടിക്കലടി. ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ല. എന്റെ സുശീലേ, നീ ഇവിടെ നിന്നിങ്ങനെ അനുവിനെ പ്രാകാതെ ആശുപത്രി പോകാൻ വിളിച്ച ഓട്ടോയില് ആ ജംഗ്ഷൻ വരെ പോയി സോനയെ തിരക്ക്. ശരിയാണല്ലോ. എന്റെ മോള് ബസ് സ്റ്റോപ്പിൽ നിന്ന് വല്ല ബസ്സും കയറി പോകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റിയ മതിയായിരുന്നു. എടി, എന്റെ മോക്ക് വല്ല അപകടവും പറ്റിയ ഈ സുശീൽ ആരാണെന്ന് നീ അറിയും. ചേച്ചി, ഈ മാലൂടി ഇട്ടോ. ഇത്രയും മതി മഞ്ചടി. ദയയുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യട്ടെ. ദയക്ക് അങ്ങനെ ആർഭാടം അധികം വേണമെന്നൊന്നുമില്ല. പക്ഷേ ചടങ്ങിന് നിങ്ങൾ ചേട്ടത്തിമാരും അനിയത്തിയും എല്ലാരും വേണമെന്നുണ്ട്. അല്ലേ ദയേ? ഇന്ദ്രനെ അനുപമയൊന്നും കണ്ടില്ലല്ലോ. അവരൊക്കെ വരാൻ സമയാവുന്നല്ലേ ഉള്ളൂ. വിനയനും ചിലങ്കി വന്നില്ലേ? അല്ല, അവര് എവിടെ യാത്രയില്ല. മാഷ് രഘു വന്നല്ലോ. ഇതിന്റെ ഇടയ്ക്ക് പുറത്തേക്ക് പോയിരുന്നു അല്ലേ? അതെ അതെ, ശബരി പറഞ്ഞു. വളമാണ് കിട്ടിയോ? ആ, കിട്ടി. ഞങ്ങള് ഇതൊന്ന് എടുത്തു വെക്കട്ടെ. ശബരി വാ. ചേച്ചി, ദയ റെഡിയാണ്. ചടങ്ങ് ആരംഭിക്കാറായെങ്കിൽ ദയ ഇങ്ങോട്ടിരുത്താം. അമ്പിളി ചേച്ചി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുത്തിയാ മതി. ഞങ്ങൾ ഈ വളകളൊന്ന് സെറ്റ് ചെയ്ത് എടുത്തോട്ടെ. വാ. അമ്പിളി, എന്താ അങ്കിളെ? എനിക്ക് അമ്പിളിയോട് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ടായിരുന്നു. വാ. അല്ല അമ്പിളി, ചിലങ്ക എവിടെ? ചിലങ്ക വന്നില്ല. വന്നില്ലേ? അതെന്താ? അല്ല, ഞാൻ ചിലങ്കയോട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞതാ. പക്ഷെ അവള്
നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ വരുന്നില്ല ചേച്ചി. അതെന്താ? വേണ്ട, ഞാൻ വരുന്നില്ല ചേച്ചി. അത് ശരിയാവില്ല. നീ ഇതെന്ത് വട്ടായി പറയുന്നത്? നീ അവനോട് വഴക്കിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? പിന്നെന്തിനാ നീ ചടങ്ങിന് വരാതിരിക്കുന്നേ? വേഗം റെഡിയായിട്ട് വരാൻ നോക്ക് ചിരു. ഇല്ല ചേച്ചി, വിനയേട്ടനോട് വഴക്കിട്ടാണ് ഞാൻ വന്നതെങ്കിലും വിനയേട്ടൻ എന്നോട് ചടങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്. ഞാൻ ചടങ്ങിന് വന്ന വിനയേട്ടനെ ഇന്ദ്രേട്ടൻ തല്ലിയത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ലെന്ന് എല്ലാരും കരുതും. അത് വിനയേട്ടനെ ഞാൻ ഉൾപ്പെടെ അപമാനിക്കുന്നതിന് തുല്യ. അതുകൊണ്ട് ഞാനായിട്ടത് ചെയ്യരുതെന്ന് വിനയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചടങ്ങിന് വന്ന അത് അദ്ദേഹത്തിന് വലിയൊരു വിഷമവും. എന്നാലും നീ വരാതിരുന്ന അത് ദയക്ക് വിഷമാവില്ലേ ചിരു? ദയെ കാര്യങ്ങൾ അമ്പിളി ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കണം. അവക്കെന്റെ അവസ്ഥ മനസ്സിലാവുന്ന തന്നെ എന്റെ വിശ്വാസം. അല്ലെങ്കിൽ തന്നെ അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. വരുമ്പോ ഞാൻ അവളുടെ കൂടെ കുറച്ചു ദിവസം നിന്ന് ദയയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടേ തിരിച്ചു പോകും. എന്നാലും നീ ഈ സമയത്ത് ഇങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സങ്കടം തന്നെയാ. ചേച്ചി, ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടെങ്കിലും ഞാൻ ചടങ്ങിന് പോയില്ലെന്നറിഞ്ഞ വിനയേട്ടന്റെ ദേഷ്യമൊക്കെ അതോടെ മാറും. ഒരു വാശിക്ക് ഞാനിപ്പം ചടങ്ങിന് വന്ന് വെറുതെ വിനയേട്ടന്റെ മനസ്സ് വിഷമിപ്പിച്ച് പ്രശ്നം വലുതാക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി ചിരു. നീ വരാത്തതിൽ വിഷമമുണ്ടെങ്കിലും അതെല്ലാം നീ നിന്റെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് സാരില്ല. ഇതെന്താ ചീരു ചേച്ചി വിളിക്കാൻ വന്നിട്ട് അമ്പിളി ചേച്ചി ഇവിടെ തന്നെ നിന്നോ? ചീരു ചേച്ചി റെഡി ആയില്ലേ? ചീരുവേ വരുന്നില്ലാന്ന്. അതെന്താ? അതൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. നീ വാ, നമുക്ക് ഇറങ്ങാം. ശരി മോളെ, പോട്ടെ. ശരി ചേച്ചി. ഇതാ അവള് പറഞ്ഞത്. അതെ, അവളുടെ മനസ്സ് തിരിച്ചറിയാൻ വിനയന് പറ്റാത്തതിൽ അവൾക്ക് സങ്കടം. അതെ അമ്പിളി, ഞങ്ങൾ ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. അറിയാങ്കളെ, ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. 2 പൊടിക്കുഞ്ഞുങ്ങളെ വെച്ച് ചീരു എന്ത് ചെയ്യാനാ? ശരിയാവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അങ്കളെ, ചടങ്ങ് തുടങ്ങാൻ സമയാവുക. ശരി, ചെല്ലുമോളെ. ശരി. വിനയൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവന്റെ തീരുമാനത്തെ എതിർക്കാതെ അതിനെതിരെ ഒന്നും ചെയ്യാതെ ചീരു എല്ലാം സഹിക്കുകയാണല്ലോ. സ്വന്തം അനിയത്തിയുടെ വളകാപ്പിന് പോലും അവൾ വരാതിരുന്നില്ലേ? ഇതൊന്നും വിനയം മനസ്സിലാക്കുന്നില്ലല്ലോ ഈശ്വര. ആ ഓട്ടോയിൽ ഞാൻ ഹോസ്പിറ്റൽ വരെ പോയി. കുഞ്ഞിനെയും കൊണ്ട് അവൾ അങ്ങോട്ടെങ്ങാനും പോയതാന്ന് വിചാരിച്ച്. ഇനി ഞാൻ എന്റെ മോളെ എവിടെ ചെന്ന് തിരക്കേണ്ടത്? മനസ്സിന് അത്രമാത്രം മുറിവേറ്റത് കൊണ്ടാ എന്റെ മോള് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ എങ്ങോട്ട് ഓടിപ്പോയി കളഞ്ഞത്. നീ വലിയ തലവേദനയാണല്ലോ എനിക്ക് തരുന്നേ. അല്ലെങ്കിലും മനുഷ്യനൊരു സമാധാനമില്ല. നീ സോനെ മാത്രമല്ലേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എന്തെങ്കിലും പറഞ്ഞാലും നീ ഒന്ന് വായടച്ച് മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നോ? എന്തിനാടി നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചക്രശ്വാസം വലിപ്പിക്കുന്നത്? ഞാൻ അവളെ വേദനിപ്പിക്കണമെന്ന് കരുതി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ നീ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ സോന പിന്നെ എന്തിനാ ഇറങ്ങിപ്പോയത്?